ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ആട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ഒഴിച്ച് കൊടുത്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ കടലമാവുമാണ് കേട്ടോ. രണ്ടും ഒരേ അളവിൽ തന്നെ വേണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ആവശ്യത്തിലുള്ള ഉപ്പാണ് കേട്ടോ. അതിന് ശേഷം 1 എഗ്ഗും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് ചിക്കൻമേൽ തേച്ച് പിടിപ്പിക്കണം. കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. വെള്ളം ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ആ വിനെഗറിൻ്റെയും ചിക്കൻ്റെ മുട്ടയുടെ ആ വെള്ളത്തിൻ്റെ ഇതുകൊണ്ടും നന്നായിട്ട് അത് മിക്സ് ആയിട്ട് തന്നെ വരും. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഇറ്റിച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. കാരണം ആ മസാല അതുമ്പോൾ നല്ല തിക്കായിട്ട് പിടിച്ചിരിക്കണം. അതുകൊണ്ടാണ് പറയണത് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല എന്ന്. പിന്നെ ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓറഞ്ച് റെഡ് കളറാണ്, നല്ല റെഡ് അല്ല. അത് ഓപ്ഷനാണ് കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ മസാല ഇട്ടതിന് ശേഷം മസാല മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്താലും അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ചിക്കൻ നമുക്ക് സ്ട്രൈറ്റ് ആയി ഇട്ടുന്നുള്ളൂ. മസാല ആക്കിയിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ മസാലയൊക്കെ അത് തേച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൈം അനുസരിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ 20 മിനിറ്റ് നമ്മളെ സൗകര്യം അനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ. എത്ര നേരം വെക്കുന്നു അത്ര നേരം ആ മസാലയൊക്കെ ആകുമ്പോൾ പിടിച്ചൊന്ന് സെറ്റാവും. അതിന് ശേഷം ഒരു പാൻ എടുക്കുക, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൽ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ 3-4 പച്ചമുളക് നടുകിരിട്ടിട്ട് കൊടുത്താണ്. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇതുപോലെ ഫ്രൈ എടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇത് എടുക്കുക. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ആ എണ്ണയിൽ അതിൻ്റെ ആ കറിവേപ്പിലയുടെ സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സ്മെല്ലുണ്ടാവും ഓയിൽ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്താണ്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തുന്നുള്ളൂ. അതിന് ശേഷം ചിക്കൻ്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പീസസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കുക. കാരണം ചിക്കനൊക്കെ ഉള്ളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടണ്ടേ. അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് അതിൻ്റെ പുറം മാത്രം നന്നായിട്ട് കിട്ടും, അതായത് മുരിഞ്ഞ് കിട്ടും. നമ്മൾ ശരിക്കും ആയിട്ടുണ്ടാവുന്നു, പക്ഷേ ഉള്ളൊന്നും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ മീഡിയത്തിലൊക്കെ ഇട്ട് കുറച്ച് സമയം എടുത്താലും മീഡിയത്തിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പുറം മുരിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല, ഉള്ളും കൂടി കറക്റ്റായിട്ട് നമുക്ക് കിട്ടണ്ട. അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിലിടുക. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഫ്ലെയിം കൂട്ടിയിടുക, പിന്നെ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ഒരു മീഡിയത്തിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 പുറം ഞാൻ അങ്ങോട്ട് കിടക്കും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറേശ്ശായിട്ട് നമുക്കത് അതിൽ നിന്ന് എടുത്ത് മാറ്റട്ടോ. അത് പണ്ട് മസാലയൊക്കെ നന്നായിട്ട് വെറ്റി പിടിച്ചിട്ടുണ്ട്. കുറേശ്ശെ എടുത്ത് മാറ്റാം. ഇനി എനിക്ക് ഒരു ട്രിമ്മിൾ ഇടാനുണ്ട്. ഞാൻ ഇത്രയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ചെയ്ത് ഞാൻ എടുത്തു. ഇതേപോലെ മസാല അതുമേ പിടിച്ചിട്ടുണ്ടാവണം. ഉള്ളിൽ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചൂടുണ്ടേ, കറക്റ്റായി വെന്തിട്ടുണ്ട്. ആ മസാല ഇങ്ങനെ കോട്ട് ചെയ്താകുമ്പോൾ കാണണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. നല്ല ടേസ്റ്റും ഉണ്ടാകും. നമ്മൾ ചിക്കൻ ഫ്രൈനായിട്ടും ചെറിയൊരു മാറ്റം ടേസ്റ്റും ചിക്കൻ 65 ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്ത് കിട്ടണം മസാല. അതുകൊണ്ടാണ് വെള്ളം അധികം ആഡ് ചെയ്യരുത് പറഞ്ഞത്. വെള്ളം ആഡ് ചെയ്താൽ മസാല അങ്ങനെ പിടിക്കില്ല. ഇപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ചിലവരുണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത്രയുള്ള നമ്മളെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.